ഹായ് എവ്രി വൺ 180 ഡേയ്സ് ചലഞ്ചിൻ്റെ ഡേ 7 ആണിന്ന്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ ടാസ്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഐ ആം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം പോലും ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാം പകുതി വഴിയിൽ ബ്രേക്ക് ആക്കേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഈ ചലഞ്ച് പകുതി വഴിയിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പല പ്രാവശ്യം തോന്നിയായിരുന്നു. പല പ്രാവശ്യം ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് പഴയ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പഴയ ഹാബിറ്റ്സിലേക്ക്, പാറ്റേൺസിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കോൺഷ്യസ്ലി എന്നെ ക്യാച്ച് ചെയ്തു. തിരിച്ച് ഞാൻ എൻ്റെ പുതിയ ഹാബിറ്റ്സിലേക്കും പുതിയ വഴിയിലേക്കും ഞാൻ എന്നെ തന്നെ കൊണ്ടുവന്നു. കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. അതുപോലെ ഒരുപാട് റെസിസ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ ഞാൻ പോയി. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഗ്രോത്തിൻ്റെ പാർട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ എണീറ്റു. പക്ഷേ ഞാൻ രാവിലെ മെഡിറ്റേറ്റ് ചെയ്തിട്ടില്ല, ജേർണലിംഗ് ഒന്നും ചെയ്തില്ല. ഞാൻ വെറുതെ പുറത്തു പോയിരുന്നു. പിന്നെ ഞാൻ കുറേ പാട്ടൊക്കെ കേട്ടു. ഇന്ന് കുറച്ച് നല്ല മൂവീസൊക്കെ കണ്ടു. കുംഫു പാണ്ട മൂവി കണ്ടു. എനിക്ക് മൈൻഡൊക്കെ ഇങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത്, ഈ മൂവി കാണുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് വിസ്ഡംസ് ഉണ്ട്. ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും എന്നെ. ഞാൻ മൂവിയൊക്കെ കണ്ടു, പാട്ടൊക്കെ കേട്ടു. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി വേണം എനിക്ക് ജേർണൽ ചെയ്യാനും പഠിക്കാനും ഒക്കെ. ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തു. വേറെ കാര്യങ്ങളൊക്കെ ഇനിയാണ് എനിക്ക് ചെയ്യാനുള്ളത്. എന്താണെങ്കിലും ഈ ഡേ തീരാൻ ഇനിയും കുറേ സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു, ആദ്യത്തെ ഒരു ആവേശമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിപ്പ് വരും. എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നും, പല കാര്യങ്ങൾ വരും. പക്ഷേ അവിടെ ഞാൻ എന്നെ ക്യാച്ച് ചെയ്യണമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ എന്നെ ഓർത്ത് ഒരുപാട് പ്രൗഡാണ്. എനിക്ക് 7 ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെൽഫ് ട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനുണ്ട്. എനിക്ക് ഇനി എൻ്റെ ഡയറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനുണ്ട്, വർക്കൗട്ട് കൂടുതൽ ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ശീലം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു മൈൻഡ് സെറ്റ്, നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക, ചെയ്യാനുള്ളൊരു നല്ല ശീലം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ആണ് ഓരോ ടാസ്കുകളും ചെയ്യുന്നത്. സോ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പിനെസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നിങ്ങളുടെ ഹെൽത്തിലും നിങ്ങളുടെ സ്കിൽസിലും നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫ് നമുക്ക് എങ്ങനെ വേണേൽ ജീവിക്കാം. സങ്കടപ്പെട്ട് ജീവിക്കാം, സന്തോഷത്തോടെ ജീവിക്കാം. ഹാപ്പിനെസ് എപ്പോഴും ഒരു ചോയ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മാറേണ്ടത് നമ്മളാണ്, മാറ്റേണ്ടത് നമ്മുടെ ശീലങ്ങളാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ജേർണൽ ചെയ്തു. ഇന്നത്തെ ദിവസം നന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു. എൻ്റെ സെൽഫിനോട് ഞാൻ താങ്ക് യു പറഞ്ഞു, എന്നെ എൻകറേജ് ചെയ്യുന്നതിനും എൻ്റെ കൂടെ നിൽക്കുന്നതിനൊക്കെ. എൻ്റെ സെൽഫിനോട് ഞാൻ എന്നെ നോക്കാതിരുന്നതിന് ഞാൻ മാപ്പ് ചോദിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തു. എന്നെ സെൽഫായിട്ട് ഹഗ് ചെയ്ത്, എൻ്റെ ഇന്നർ ചൈൽഡായി കണക്ട് ചെയ്ത്, നല്ല അഫർമേഷനൊക്കെ പറഞ്ഞ്, കുറേ ബ്രീത്ത് വർക്കൊക്കെ ചെയ്ത് എൻ്റെ കൂടെ തന്നെ ഞാൻ കുറേ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. സോ ഞാൻ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തു, ജേർണൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഡേ 7 സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. I am so happy and I am so proud of myself. Thank you God for guiding me and helping me. അങ്ങനെ ഒരു ദിവസം കൂടെ ലൈഫിൽ കടന്നുപോയി. സക്സസ്ഫുള്ളി ഡേ 7 കംപ്ലീറ്റ് ചെയ്യുവാണ് ഞാൻ. കുറച്ച് നേരം ഞാനിപ്പം ജേർണൽ ചെയ്തു, മെഡിറ്റേറ്റ് ചെയ്തു. ഐ എം ഫീലിംഗ് സോ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഒരുപാട് പ്രാവശ്യം റെസിസ്റ്റൻസ് ഉണ്ടായിട്ടും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടും ഗിവ് അപ്പ് ചെയ്യാത്തതിന്, എന്നെ ടേക്ക് കെയർ ചെയ്യുന്നതിന് ഞാൻ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു അലീഷ. സോ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, ഓൾവേസ് വർക്ക് ഓൺ യുവർ സെൽഫ്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അത് നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ 7 ദിവസം കൊണ്ട്
പഠിച്ചു. ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് ഏരിയയിൽ എനിക്ക് ഇനി വർക്ക് ചെയ്യാനുണ്ട്. ഞാനത് വർക്ക് ചെയ്യും. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ചെറിയ ചെറിയ സ്മോൾ ഹാബിറ്റ്സിൽ ഫോക്കസ് ചെയ്യാം. നമ്മുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ കുട്ടി കുട്ടി ഹാബിറ്റ്സിലൊന്ന് വർക്ക് ചെയ്താൽ മതി. ആദ്യം നമ്മൾ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് പതുക്കെ പതുക്കെ അതിൻ്റെ ടൈം ഡ്യൂറേഷനൊക്കെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. സോ നമ്മളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് എൻ്റെ ചാനൽ പതുക്കെ ഗ്രോ ആവുന്നുണ്ട്. എനിക്ക് ഒരുപാട് പേരെന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ തന്നെ എന്നോടൊരു സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കൂടുന്നുണ്ട്, സെൽഫ് കോൺഫിഡൻസ് കൂടുന്നുണ്ട്. ഒരുപാട് ഇമോഷൻ വന്നു പോകുന്നുണ്ട് കേട്ടോ, അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇതെല്ലാം ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഭാഗമാണ്, ഇതൊരു പ്രോസസ്സാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. അൺകോൺഷ്യസ് ആയി പോകുന്ന സമയത്ത് നമ്മൾ നമ്മളെ ക്യാച്ച് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ലൈഫ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ വിക്ടിം മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തേക്ക് വരിക. എൻ്റെ ലൈഫിൽ എപ്പോഴും കഷ്ടപ്പാടാണ്, ഞാൻ അൺലക്കിയാണ്, എൻ്റെ വിധിയാണ് ഇതെല്ലാം, അങ്ങനെയൊന്നും പറഞ്ഞിരിക്കാതെ ലൈഫിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക. നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണം. ഉറപ്പായിട്ടും നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള വൂൺസും ട്രോമയൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഒരു അഡൽട്ട് അല്ലേ, അപ്പം നമ്മൾക്ക് തീരുമാനിക്കാം ഈ പെയിൻ ലൈഫ് ലോങ് ക്യാരി ചെയ്യണോ, അല്ലെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് നമ്മളെ ഹീൽ ചെയ്യാൻ നമ്മൾ റെഡി ആവണമെന്ന്. നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾക്കിപ്പോൾ ഉള്ള പാറ്റേൺസ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഹാബിറ്റ്സ് മാറ്റാൻ വേണ്ടി പറ്റും, സ്കിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, അബൻഡൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ റെഡി ആവണം, നമ്മളെ ഹെൽപ്പ് വയ്ക്കാൻ റെഡി ആവണം, നമ്മളെ സഹായിക്കാൻ നമ്മൾ റെഡി ആവണം. ഹാപ്പിനെസ് ഒരു ചോയ്സാണ്. നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തീരുമാനിക്കണം എനിക്ക് ഹാപ്പി ആവണമെന്ന്. മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്വയം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടെത്തുക, നമ്മളെ സ്നേഹിക്കുക, നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറാപ്പികൾ എടുക്കാം. ഒരുപാട് ഹീലിംഗ് വർക്ക്ഷോപ്പുകൾ അവൈലബിൾ ആണ്. സെൽഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ റീനർച്ചർ ചെയ്ത് റീപാരൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ഹീൽ യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്. നമുക്കൊക്കെ ഒറ്റ ലൈഫുള്ളൂ. ലൈഫ് ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ നന്നായിട്ട് ജീവിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരുപാട് പെയിൻ ക്യാരി ചെയ്ത് എൻ്റെ ലൈഫിൽ ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ പ്രശ്നത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാലം ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. ഞാൻ വിക്ടിം മൈൻഡ് സെറ്റിലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നാളുണ്ടായിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന ഇവർ കാരണമാണ് ഞാൻ ഇങ്ങനെയായത്, അവർ കാരണമാണ് ഞാൻ ഇങ്ങനെയായത്, അല്ലാതെ എൻ്റെ തീരുമാനങ്ങളോ എൻ്റെ ചോയ്സോ ഉണ്ടോന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചത്. ശരിയാണ്, എനിക്ക് ഒരുപാട് പെയിൻ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞു. പക്ഷെ അത് ഒരു പ്രാവശ്യമാണ് നടന്നത്. പക്ഷെ അത് ഒരുപാട് പ്രാവശ്യം എൻ്റെ മൈൻഡിൽ റിപ്പീറ്റ് ചെയ്ത് അതിൽ എക്സ്ക്യൂസ് പറഞ്ഞ് ഹെൽപ്പൊന്നും എടുക്കാതെ ഞാൻ ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ ഹാബിറ്റ്സ് അല്ല പ്രശ്നം, മറ്റുള്ളവരാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട്, എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് എൻ്റെ ലൈഫ് ഞാൻ അൺലക്കിയാന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്നു അതൊക്കെ വെറും മണ്ടത്തരമായിരുന്നു. നമ്മളൊരു വിക്ടിം മൈൻഡ് സെറ്റിൽ ഒരിക്കലും ഇരിക്കരുത്. എൻ്റെ പരിമിതമായ അറിവുന്ന ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കേട്ടോ. സോ ഓൾവേസ് ലവ് യുവർ സെൽഫ്, ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്, ഹീൽ യുവർ സെൽഫ്, ഹെൽപ്പ് യുവർ സെൽഫ്, ആസ്ക് ഹെൽപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം ജീവിക്കാനുള്ള ധൈര്യം കാണിക്കുക. നമ്മളൊക്കെ മരിച്ചു പോകും. എന്ന് മരിക്കും, എങ്ങനെ മരിക്കും നമുക്കറിയത്തില്ല, പക്ഷെ ഉറപ്പായിട്ടും മരിക്കുന്നറിയാം. അതിന് മുന്നേ ഒന്ന് ജീവിക്കുക. നമ്മുടെ ലൈഫ് പ്രഷ്യസ് ആണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾക്ക് ഇവിടെ നമ്മൾ വന്നത് വെറുതെ സഫർ ചെയ്ത് സങ്കടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോകാൻ വേണ്ടി മാത്രമല്ല. നമുക്ക് ജോയ് എക്സ്പീരിയൻസ് ചെയ്യണം, ലവ് എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. സോ ഞാൻ ആരും ഉപദേശിച്ചതൊന്നുമല്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഷെയർ ചെയ്തതാണ്. സോ സക്സസ്ഫുള്ളി ഡേ 7 ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ and love you all. Thank you so much for your valuable time. It means a lot. I appreciate that. Bye.